ഹായ് ഓൾ, ഇന്ന് നമുക്ക് കാന്താരി ഉപ്പിലിടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് വെള്ളം നല്ലതുപോലെ വെട്ടിത്തിളയ്ക്കും വരെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഈ കാന്താരി നല്ലതുപോലെ കഴുകി ഇട്ട് കൊടുത്തു. കുറച്ചേറെ ഉപ്പും ലേശം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചിതൊന്ന് വാട്ടിയെടുക്കുക. ഈ സമയത്ത് കാന്താരി നല്ലതുപോലെ വാടി നമുക്ക് ഇന്ന് ഉപ്പിലിട്ടാൽ ഇന്ന് തന്നെ ഉപയോഗിക്കുന്ന പരുവത്തിന് എടുക്കാൻ പറ്റും. അധികം എണ്ണയുടെ ഒന്നും ആവശ്യമില്ല. ഞാനിവിടെ എള്ളെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി ഒരു 10-12 അല്ലി വെളുത്തുള്ളിയും ഒരു 2 വലിയ കഷ്ണം ഇഞ്ചിയും, എത്ര വേണേലും ഇഞ്ചിയും വെളുത്തുള്ളിയും എടുക്കാം. കാരണം അച്ചാർ അല്ലെങ്കിൽ ഉപ്പിലിടുന്നതിനകത്ത് വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നമുക്ക് അങ്ങനെ കഴിക്കാൻ പറ്റുമല്ലോ. കടുകിട്ട് പൊട്ടി വന്നപ്പോഴത്തേന് ഞാൻ വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ഇട്ടിട്ടൊന്ന് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുകയാണ്. കാരണം ഇന്ന് തന്നെ ഉപയോഗിക്കാനുള്ള ഇതുകൊണ്ടാണ് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുകയാണ്. ഇനി നമുക്ക് 2 ചെറിയ നാരങ്ങയുടെ നീരും കൂടി ഇതിനാവശ്യമുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില ഇട്ടു. ഇതെല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കാം. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഒന്ന് ചെയ്തേക്കണേ. ബെല്ലൈക്കണൂടെ ഒന്ന് ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ആക്കിയിടുക. അപ്പോൾ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഇനി കാന്താരിക്കകത്ത് കുറച്ച് ഉപ്പിട്ടാണ് നമ്മൾ തിളപ്പിച്ചെടുത്തത് എങ്കിലും ഈ ഉപ്പിലിടുന്നതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് വഴന്നു വരട്ടെ. ഈ സമയം നമുക്ക് 2 ചെറിയ നാരങ്ങയുടെ നീരൊഴിക്കാം. പിന്നെ ഉപ്പിലിടുന്നതിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഉലുവാപ്പൊടി, പിന്നെ കായപ്പൊടി, അതൊക്കെ നമ്മുടെ ഒരു ഫ്ലേവറിനനുസരിച്ച് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. എങ്കിലും ഈ അച്ചാറും ഉപ്പിലിടുന്നതിനൊക്കെ കായപ്പൊടി മുന്നോട്ട് നിൽക്കുന്നതാണ് ടേസ്റ്റ്. ഇനി നമുക്ക് ആ നല്ല തിളച്ച വെള്ളത്തിൽ നിന്ന് ഈ കാന്താരി എടുത്തിട്ട് നമുക്കിതിലിട്ടിട്ട് നല്ലതുപോലെ തീ കൂട്ടി വെച്ച് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇങ്ങനെ നല്ലതുപോലെ വഴറ്റുന്നത് കൊണ്ട് എണ്ണയിൽ കിടന്ന് കാന്താരി ഇന്നെടുക്കാൻ പാകത്തിന് പരുവമായി കിട്ടും. കാന്താരിയുടെ ആ തണ്ടൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല, അങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇനി ഉപ്പൊന്ന് നോക്കി, ഉപ്പ് ലേശം മുന്നോട്ട് നിൽക്കണം. ഇനി അതിനകത്തോട്ട് ഒഴിക്കുന്നത് നല്ല തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. ഈ തിളച്ച വെള്ളം ഒഴിക്കുന്നത് കൊണ്ട് നമ്മൾ ഈ ഒരു ഉപ്പിലിട്ടത് കേടാവാതെ എത്ര ദിവസം വേണമെങ്കിലും പുറത്തിരുന്നോളും. അല്ലാതെ പച്ചവെള്ളം തൊടരുത്, തിളച്ച വെള്ളം. നോക്കിക്കേ, അതിൻ്റെ ആ ഒരു ചാറ് കൂട്ടിയിട്ട് ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ 2 കാന്താരിയും കൂടെ എടുത്തു കഴിഞ്ഞാൽ വേറെ ഒന്നും വേണ്ട. കുറച്ച് തൈര് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും. ഇനി കാന്താരി കിട്ടുമ്പോൾ ഇതുപോലെ 2 ചെറുനാരങ്ങ, 2-3 ചെറുനാരങ്ങയുടെ നീരൂടെ ഒഴിച്ചിട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വിനാഗിരി ഒഴിവാക്കാം. അത്യാവശ്യം പുളി ഈ ചെറുനാരങ്ങയുടെ നീരിൽ നിന്ന് കിട്ടുകയും ചെയ്യും. ഈ ഒരു ഉപ്പിലിട്ടതിന് ഒരു അച്ചാറിൻ്റെ ടേസ്റ്റാണ് ചോറുണ്ണാൻ ഈ നാരങ്ങാച്ചാറും അതിനകത്ത് കാന്താരി ഇട്ടേക്കുന്നത് പോലുള്ളൊരു ടേസ്റ്റാണ് കിട്ടുന്നത്. ട്രൈ ചെയ്തിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇത് തണുത്തപ്പം നല്ല ഒരു ചില്ലുകുപ്പിയിൽ ഇതിട്ട് അടച്ച് വയ്ക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഇത് കുറേ ദിവസത്തേന് കേടാവാതിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട ആവശ്യമില്ല, പുറത്ത് തന്നെ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ കാന്താരി ഇനി കിട്ടുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റിയാണ്. അധികം എണ്ണയോ വിനാഗിരിയോ ഒന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് നല്ല ഹെൽത്തി ആണെന്ന് തന്നെ പറയാം. അപ്പോൾ ഇനി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇത് നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ശരി, ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും നന്ദി.